ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. SYSന്റെ 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച മാധ്യമ സെമിനാറിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത്. ഒരു സംഘടനയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും പരിശോധിക്കപ്പെടേണ്ടത് ആ സംഘടനയിൽ അണിനിരന്നിരിക്കുന്ന പ്രവർത്തകന്മാരുടെ സംഘടനയോടുള്ള പ്രതിബദ്ധതയെ അടിസ്ഥാനമാക്കിയാവണം. അങ്ങനെ ഒരു മാനദണ്ഡം സ്വീകരിച്ച് സംഘടനകളെ അളക്കാൻ ആരെങ്കിലും തയ്യാറായാൽ കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംഘടനകളിൽ ഒന്നായി കാലവും ചരിത്രവും SYSനെ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല. ഇങ്ങനെ ഒരു സദസ്സിനെ കുറിച്ച് ഞാൻ എന്റെ ഗുരുനാഥൻ കൂടിയായിരുന്ന കാസിം ഇരിക്കൂർ അവറുകളോട് പറയുകയായിരുന്നു, ഇത്ര നിശബ്ദമായി കാര്യങ്ങൾ കേൾക്കാൻ സന്നദ്ധമായി ജാഗ്രതയോടെ വലിയൊരു സദസ്സ് നമ്മളുടെ മുന്നിൽ ഇരിക്കുകയാണ്. മറ്റൊരു സംഘടനക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു വലിയ കാര്യമാണിത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നു. നമ്മളുടെ നാടും സമൂഹവും ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും എന്ന പോലെ മാധ്യമരംഗത്തും കച്ചവടവൽക്കരണം പ്രധാനപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ മാധ്യമം ഏറ്റവും കൂടുതൽ ആരാണ് വായിക്കുന്നത്, ഏത് വിഭാഗമാണ് വായിക്കുന്നത്, ഏത് മതസമുദായക്കാരാണ് കാണുന്നത്, അവരുടെ വികാരങ്ങളെ ത്രസിപ്പിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും ഉതകുന്ന വാർത്തകളെ ഞങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ എന്നിടത്ത് നിന്നാണ് മാധ്യമ സംസ്കാരത്തിന്റെ ജീർണമായിട്ടുള്ള മുഖം ആരംഭിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മളുടെ രാജ്യം മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. ആ കാലത്ത് പോലും ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും ഇല്ലാതിരുന്ന ദുഷ്പ്രവണതകൾ ഇന്ന് നമുക്ക് യഥേഷ്ടം മാധ്യമരംഗത്തും മാധ്യമ പ്രവർത്തകർക്കിടയിലും കാണുവാൻ വേണ്ടി കഴിയും. 1948 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് വർഗീയ കലാപങ്ങൾക്ക് നമ്മളുടെ നാട്ടിൽ ഒരു അറുതി താൽക്കാലത്തേക്കെങ്കിലും ഉണ്ടായി. 1962 ആ താൽക്കാലികമായ അറുതിക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ വർഗീയ കലാപങ്ങൾ വീണ്ടും മുള പൊട്ടുന്നത്. ഓരോ കലാപങ്ങളുടെ പിന്നിലെയും അന്തർനാടകങ്ങൾ അന്വേഷിച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ സാമ്പത്തികമായ താൽപര്യങ്ങൾ അവയുടെ എല്ലാം പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി എന്ന് പത്രങ്ങൾ പ്രചരിപ്പിക്കും. പിറ്റേ ദിവസം അതുണ്ടായില്ല എന്ന് അവർ ക്ഷമാപണം നടത്തുമ്പോഴേക്ക് നൂറുകണക്കിന് ആളുകൾ വധിക്കപ്പെടുന്ന വർഗീയ കലാപങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കും. നമ്മളുടെ നാട്ടിൽ നടന്ന എല്ലാ വർഗീയ കലാപങ്ങളുടെ പിന്നിലും ഏതെങ്കിലും ഒരു പ്രാദേശിക പത്രത്തിന്റെ പങ്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്.
ബോംബെ കലാപത്തിൽ സാമ്ന എന്ന ശിവസേനയുടെ പത്രം വഹിച്ച പങ്കിനെക്കുറിച്ച് ശ്രീകൃഷ്ണ കമ്മീഷൻ വളരെ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ കലാപവേളകളിൽ ഗുജറാത്തിലെ പ്രാദേശിക പത്രങ്ങൾ വഹിച്ച പങ്ക് നമ്മളുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന പത്രപ്രസിദ്ധീകരണങ്ങളും ചാനലുകളും പോലും രാജ്യത്ത് ചിലയാളുകളെ കോർണർ ചെയ്യുവാനും ചിലയാളുകളെ മഹത്വവൽക്കരിക്കുവാനും ആസൂത്രിതമായ സംഘടിതമായ നീക്കങ്ങൾ നടത്തിവരുന്നുണ്ട്. രാജ്യത്തുള്ള ധനാഢ്യന്മാരും മുതലാളിമാരും കോർപ്പറേറ്റുകളുമാണ് എല്ലാ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുക്കുന്നത്. ഞങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ വാർത്ത കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പരസ്യം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പരസ്യമായി പറയാൻ രാജ്യത്തുള്ള കോർപ്പറേറ്റുകളും വൻകിടക്കാരും ഇന്ന് തയ്യാറാകുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പരസ്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുവാനുള്ള ആർജവം നമ്മളുടെ നാട്ടിലെ പത്രമാധ്യമ മുതലാളിമാർക്കോ പത്രമാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്കോ ഇല്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രം നടത്തിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അതിന്റെ തലപ്പത്തിരുത്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ പ്രസ് കണ്ടുകെട്ടുന്ന സ്ഥിതിയുണ്ടായി. കണ്ടുകെട്ടാതിരിക്കാൻ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു ഭരണകൂടം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഏതൊരാളും തന്റെ പത്രസ്ഥാപനം എന്നേക്കുമായി സീൽ ചെയ്യപ്പെട്ടു പോകുമ്പോൾ ഒരു താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലെങ്കിലും ആ വ്യവസ്ഥ പാലിക്കും. പക്ഷേ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന സ്വദേശാഭിമാനിയുടെ ഉടമ തന്നെ വന്ന് കണ്ട് ഇക്കാര്യം ഉണർത്തിയ ആളുകളോട് പറഞ്ഞത്, വക്കം അബ്ദുൽ ഖാദറിന് ഒരു പത്രമുണ്ടാകുമെങ്കിൽ ആ പത്രത്തിന്റെ ചീഫ് എഡിറ്ററുടെ കസേരയിൽ രാമകൃഷ്ണപിള്ള തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ്. അങ്ങനെ പറയാൻ തന്റെ ഇടം കാണിക്കുന്ന പത്രമാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥന്മാർ ഇന്ന് നമ്മളുടെ രാജ്യത്തില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള വസ്തുത. നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു. ലവ് ജിഹാദ്, ആ പ്രചരണം നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഏറ്റവും വലിയ ഒരു ഗീബൽസിയൻ പ്രചാരമായിരുന്നു. ഏതോ രണ്ടോ മൂന്നോ സംഭവങ്ങളെ ആസ്പദിച്ച് അത്തരത്തിലുള്ള വാർത്തകൾ മെനഞ്ഞെടുക്കുമ്പോൾ രാജ്യത്ത് രണ്ട് മതസമുദായങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന വലിയ ആത്മബന്ധം തകർക്കണമെന്ന ഗൂഢമായ ലക്ഷ്യം അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ വാർത്തകളുടെ പ്രചാരമാണ് ഗർവാപ്പസി എന്ന മുദ്രാവാക്യം ഉയർത്താൻ RSSനെ പ്രേരിപ്പിച്ചത്. വീട്ടിലേക്ക് മടക്കം, എല്ലാവരും അവരവരുടെ പൂർവ്വമതത്തിലേക്ക് തിരിച്ചു ചെല്ലണം, തിരിച്ചു വരുന്നവർക്ക് സ്വാഗതം എന്നിത്യാദി മുദ്രാവാക്യങ്ങൾ നമ്മളുടെ നാട്ടിൽ ഉയരാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയത് മുഖ്യധാരാ മാധ്യമങ്ങൾ ചില ദുർവാർത്തകൾ കെട്ടിച്ചമച്ചു കൊടുത്തു എന്നുള്ളതാണ്. ആരും ആരുടെയും മതം മാറ്റേണ്ട കാര്യം ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് ഇല്ല. എല്ലാവരെയും ഒരു മതക്കാരാക്കുക എന്നുള്ളത് ദൈവഹിതത്തിനെതിരാണ്. ദൈവത്തിന്റെ അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിരാണ് എന്ന് നമുക്ക് തീർത്ത് പറയുവാൻ വേണ്ടി സാധിക്കും. ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച നാഥൻ, ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും പരിരക്ഷിച്ചു പോരുന്ന നാഥൻ എന്തുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരേ മതത്തിന്റെ അനുയായികളാക്കി മാറ്റിയില്ല? വൈവിധ്യങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വൈവിധ്യങ്ങളെ ദൈവം ഇഷ്ടപ്പെടുന്നു. അത് ദൈവത്തിന്റെ ഹിതമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും എന്തുകൊണ്ടാണ് തൊലി വെളുത്തവർ മാത്രമാക്കി ദൈവം സൃഷ്ടിച്ചില്ല? എന്തുകൊണ്ട് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സുന്ദരന്മാരും സുന്ദരികളുമാക്കി ദൈവം സൃഷ്ടിച്ചില്ല? ലോകത്ത് വിവിധ ജീവജാലങ്ങളെ ദൈവം സൃഷ്ടിച്ചു. പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ കാക്കകളെ മാത്രം സൃഷ്ടിച്ച് ദൈവത്തിന് സൃഷ്ടിപ്പ് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. ഇഴജന്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ
പാമ്പുകളെ മാത്രം സൃഷ്ടിച്ച് ദൈവത്തിന് സൃഷ്ടിപ്പിന്റെ അധ്യായം അവസാനിപ്പിക്കാമായിരുന്നല്ലോ. ലോകത്തിലെ എത്ര ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളിൽ വൈവിധ്യമാർന്ന നിരവധി രൂപങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. മനുഷ്യരെയും വിവിധ മതങ്ങളിൽ, വിശ്വാസങ്ങളിൽ ദൈവം സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത് ബഹുസ്വരത ലോകത്ത് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇത് എല്ലാ മതവിശ്വാസികളും മനസ്സിലാക്കുന്നു. എല്ലാവരെയും ബലാത്കാരം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല. സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ലോകത്തെല്ലാ മതങ്ങളും വിശ്വാസങ്ങളും പ്രവാചകന്മാരും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടി ആസൂത്രിതമായി നോക്കുകയാണ്. അതിന് ഒരിക്കലും വളം വെച്ചു കൊടുക്കാൻ മതന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന്, വിശിഷ്യ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവാൻ പാടില്ല. രാജ്യത്തുള്ള പത്രമാധ്യമങ്ങൾ ഏത് വിധത്തിലാണ് വാർത്തകളെ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടിയാണ് നമ്മളുടെ രാജ്യത്ത് മതാന്ധതയും വർഗീയ സംഘർഷങ്ങളും എല്ലാം അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഉണ്ടായത്. ആ പള്ളി സംരക്ഷിക്കുവാൻ അന്ന് രാജ്യം ഭരിച്ചിരുന്ന സർക്കാർ ശ്രമിച്ചിരുന്നു എങ്കിൽ, അതിൽ ആ ഗവൺമെന്റിന് വിജയിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ഇന്ന് നാം കാണുന്ന ഇന്ത്യ ആകുമായിരുന്നില്ല ഇന്ന് നമുക്ക് കാണേണ്ടി വരിക. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യയുടെ പട്ടാളത്തെ ആ പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു എങ്കിൽ ആ പള്ളി തകർക്കപ്പെടുമായിരുന്നില്ല. അത് തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടായ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ അരങ്ങേറുകയും ചെയ്യുമായിരുന്നില്ല. അത്തരമൊരു സാഹചര്യം